വിഴിഞ്ഞം പോർട്ടിലേക്കാണ് നിങ്ങൾക്ക് കാണുന്ന വിഴിഞ്ഞത്തിന്റെ ഉള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ വിഴിഞ്ഞം പോർട്ടിന്റെ മെയിൻ എൻട്രൻസിൽ നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ നിങ്ങൾക്കറിയുന്ന പോലെ നമ്മൾ ഈ 40 ദിവസം നടന്ന ഈ യാത്രയിൽ 30 ദിവസം നടന്ന ഈ യാത്രയിൽ നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കേരളത്തിന്റെ കാര്യങ്ങളുണ്ട്. അതുകൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണിച്ചു തരണം. ഹലോ, നമസ്കാരം. ഓക്കെ, സന്തോഷം. ഓക്കെ, അപ്പൊ നമ്മൾ വിഴിഞ്ഞത്തിന്റെ എൻട്രൻസിലാണല്ലോ അല്ലേ വിജയ? നമ്മളിപ്പോ ഈ പോർട്ടിന്റെ കാര്യം നമ്മൾ കുറെ ചർച്ച ചെയ്തല്ലേ? ഒരുപാട് ചർച്ച ചെയ്താണ്. കേരളത്തിന്റെ അഭിമാനമായിരിക്കുന്നു. കേരളത്തിന്റെ മാത്രം രാജ്യത്തിന്റെ അഭിമാനമാകാൻ പോകുന്നു. അതിന് രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടത്തിലുള്ള പരിസ്ഥിതിയാനുമതി കിട്ടിയിരിക്കുന്നു. അങ്ങനെ എന്തുകൊണ്ടും നമ്മുടെ വിഴിഞ്ഞം പോർട്ട് കൂടുതൽ പ്രസക്തമായിരിക്കുന്ന തുടങ്ങിയ ചുരുങ്ങിയ നാളുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഭൂപടത്തിലേക്ക് വിഴിഞ്ഞം സ്ഥാനം പിടിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. പുതിയ കണക്കുകളൊക്കെ വരുന്നത് വലിയ തോതിലുള്ള വലിയ കമ്പനികൾ, ലോകത്തെ പ്രധാനപ്പെട്ട കണ്ടെയ്നർ കമ്പനികൾ, വലിയ കമ്പനികൾ വിഴിഞ്ഞത്തെ ലക്ഷ്യമാക്കി അവരുടെ നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. വിഴിഞ്ഞത്തെ സംബന്ധിച്ച് എന്താണോ നമ്മൾ ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യം സാധ്യതപ്രായമാകുന്നു എന്നതാണ് വിഴിഞ്ഞത്തിന്റെ പുതിയ കണക്കുകളൊക്കെ വ്യക്തമാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന്റെ ഓഫീസ് നിർവഹണം നടക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി അല്പസമയത്തിനകം എന്താണ് വിഴിഞ്ഞത്തിന്റെ പുതിയ വിവരങ്ങൾ, എന്താണ് ഏറ്റവും ഒടുവിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിഴിഞ്ഞത്തിന്റെ വിജയഗാഥ? തീർച്ചയായും വിഴിഞ്ഞം എന്നതൊരു വിജയഗാഥയാണ്. വിഴിഞ്ഞം വിജയഗാഥ നമ്മൾ നേരിട്ട് കാണാൻ പോവുകയാണ്, അറിയാൻ പോവുകയാണ്. അപ്പോൾ ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ വിങ്ങാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റെപ്പിലൂടെ പോകാം. വിജയം, നമ്മുടെ ലിഫ്റ്റിൽ കയറിയാലും നമ്മുടെ കണക്ഷൻ ഇപ്പോൾ കട്ടായി പോകുന്നു തോന്നുന്നു. അപ്പം നമുക്ക് ഒരുപക്ഷെ ഈ വിഴിഞ്ഞം പോർട്ട് നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ വികസനത്തിന്റെ ചുവടുവയ്പ്പാണ് എന്ന് പ്രേക്ഷകർക്ക് അറിയാം. ഒരുപാട് നമ്മൾ എയർ ടൈം വിഴിഞ്ഞത്തിന് വേണ്ടി നമ്മൾ ചെലവാക്കിയിട്ടുണ്ട്. കാര്യം വിഴിഞ്ഞം വരിക എന്ന് പറയുന്ന ഈ സ്വപ്ന പദ്ധതി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയതൊക്കെ കേരളത്തിന്റെ വളർച്ചയുടെ നാഴികക്കല്ലിൽ ഒരു വലിയ വഴിത്തിരിവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഈ ഓഫീസിലേക്കൊക്കെ കയറുന്നത് ആദ്യമാണ്. വിഴിഞ്ഞത്തിന്റെ ഒരുപാട് ദൃശ്യങ്ങളൊക്കെ നമ്മൾ സംപ്രേഷണം ചെയ്തപ്പോഴൊക്കെ നമുക്കതൊന്നും കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മള് ഉദ്ഘാടനത്തിന് വന്നപ്പോഴും നമുക്ക് നമ്മള് ഈ ഓഫീസിൽ നിന്ന് അത്രയും പൂർത്തിയായിരുന്നില്ല. കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ നാഴികക്കല്ലാണ് ഈ വിഴിഞ്ഞം പോർട്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് പിആർഒ ഉണ്ട്. വെൽക്കം ടു വിഴിഞ്ഞം. അതെ, രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം തുടങ്ങാനിരിക്കുകയാണ്. MD ഉണ്ടല്ലോ ഇവിടെ സംസാരിക്കാം. ഇതങ്ങ് ഞങ്ങളെ എങ്ങോട്ടാ കൂട്ടിക്കൊണ്ടുവന്ന്? തേർഡ് ഫ്ലോർ ഇവിടെയാണ് നമ്മുടെ ഓർഡർ റൂം. ഇവിടെയാണ് ഓക്കെ. നമ്മളിപ്പോ ഇതിന്റെ 4ാമത്തെ ഫ്ലോറിലായി, തേർഡ് ഫ്ലോറിലാണ്. അപ്പൊ തേർഡ് ഫ്ലോറിലെ ബോർഡ് റൂമാണ് ഇവിടെ ഉള്ളത്. ബോർഡ് റൂമിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇവിടെ വലിയ ചർച്ചകളും കോൺഫറൻസുകളും ഒക്കെ നടക്കുന്ന. ഓക്കെ. ഓ, ഗ്രേറ്റ്. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൂടി നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. വാഷ്മി യാർഡ് ക്രെയിൻസ് ആൻഡ് STS കടലിനോട് ഏറ്റവും അടുത്തല്ലേ? അതെ. മദർഷിപ്പ് ഒക്കെ വന്ന് അടുക്കുന്നു. അതെ. വലിയ പുതിയ ഡെവലപ്മെന്റിലേക്ക് വിഴിഞ്ഞം പോകുന്നു. സന്തോഷമുള്ള കാര്യം. ഈ ഏരിയ റിക്ലെയിംഡ് ആണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലവും റിക്ലെയിംഡ് ലാൻഡാണ്. ആണല്ലേ? ഓ, അത് ഗ്രേറ്റ്. ഓക്കെ. അവിടെ വരെ ആയിരുന്നു തോന്നല്ലേ? ശരിക്കും കര ഉണ്ടായിരുന്ന അവിടെ വരെ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ നിൽക്കുന്നൊക്കെ തൊട്ടടുത്ത് തന്നെ കടലുണ്ടല്ലോ. റിക്ലെയിം ചെയ്താണ്. കടലായി കാണുന്നതാണ്. അല്ലേ? ഇവിടൊക്കെ കടലായിരുന്നു. നികത്തി എടുത്ത് റെഡിയാക്കിയതാണ്. ഇതിനടുത്ത ഘട്ട വികസനം ഡോക്ടർ ദിവ്യ അയ്യർ, മാനേജിംഗ് ഡയറക്ടർ വിഴിഞ്ഞം. എന്റെ പുതിയ രീതി എങ്ങനെയുണ്ട്? ഞാൻ പറയായിരുന്നു SKN 40 എന്ന് പറയുമ്പോ 40 വയസ്സായ SKN എന്നായിരിക്കും ആളുകൾ വിചാരിക്കുക. 40 വർഷമായി മാധ്യമ പ്രവർത്തനം എന്നുള്ളതല്ലായിരിക്കും ആളുകൾ ചിന്തിക്കുക. അതെ. അപ്പൊ പിന്നെ തീർച്ചയായിട്ടും. അപ്പം ഡോക്ടർ ദിവ്യ, നമുക്ക് ഈ പ്രോജക്ടിന്റെ സാധ്യത വിജയകുമാറിനെ അറിയാലോ, ഹാഷ്മി. അപ്പോ എന്താണ് ഇപ്പൊ വിഴിഞ്ഞം പ്രോജക്ട് എവിടെയാ നിൽക്കുന്നത്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം
ഓ നിക്കാലോ. നിങ്ങൾ വരുന്ന വഴിയിലെല്ലാം കണ്ടു എന്ന് വിചാരിക്കുന്നു ഈ ഒരു വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ. അപ്പം എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നിപ്പോ കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നുള്ളത് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ അഭിമാനം, ഇന്ത്യയുടെ അഭിമാനം എന്നൊക്കെ നമ്മൾ പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ കാണുന്ന ഇത്രയും ബൃഹത്തായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇന്ന് നമ്മൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 1ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അതിന്റെ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഉടനടി തന്നെ നമുക്ക് 2ാം ഘട്ടം ശേഷി വർദ്ധിപ്പിക്കലും ആരംഭിക്കാനായിട്ടാകും എന്നുള്ള ഒരു ശുഭവാർത്ത കൂടി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് അതിന്റെ എന്നത്തേക്ക് തുടങ്ങാൻ പറ്റും? പാരിസ്ഥിതിക അനുമതി നമുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ നിയമപരമായിട്ടുള്ള ഒരു 30 ദിവസത്തെ ഒരു പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീർച്ചയായിട്ടും 2ാം ഘട്ടം അപ്പോൾ ഈ വർഷം തന്നെ നമുക്ക് എന്തായാലും ആരംഭിക്കാൻ സാധിക്കും. ഇനി 1-2 മാസത്തിനുള്ളിൽ നമ്മൾ അടുത്ത ശേഷി വർദ്ധിപ്പിക്കലും കൂടി ആരംഭിക്കും എന്നുള്ളതാണ്. നല്ല കാര്യം. നമ്മളൊരു യാത്രയിലാണ്. നമ്മൾ ഡോക്ടർ ദിവ്യ എസ് ഐ പറഞ്ഞതുപോലെ നമുക്ക് ഉള്ളിലോട്ട് നടന്നല്ലോ. അതായത് നമ്മൾ 30 ദിവസം 14 ജില്ലകൾ. അപ്പൊ മാത്രമല്ല മുഖ്യമന്ത്രിയായിട്ട് നമ്മളൊരു അഭിമുഖം നടത്തിയിരുന്നത് വളരെ അതായത് നിശ്ചിതമായ ഒരു നിലപാട് എടുത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മളൊരു സ്റ്റഡി റിപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ നമ്മുടെ കൂടെ ഒരു സംഘം ഗവേഷകരും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് നടത്തിയിട്ട് സയന്റിഫിക്കലി ലീഗലി ഒക്കെ വെറ്റ് ചെയ്ത് നമ്മൾ മുഖ്യമന്ത്രി സമർപ്പിക്കുന്നത്. മാത്രമല്ല എന്റെ ഒരു ആഗ്രഹം ചടുലമായ ഒരു നീക്കം ഉണ്ടായാലും ഇപ്പൊ പ്രതിപക്ഷം ഇപ്പൊ വി.ഡി. സതീശൻ രാവിലെ സംസാരിച്ചു. അപ്പൊ ചടുലമായ നീക്കം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ഈ മാരകമായ ലഹരി സംഭവം ചിലപ്പോൾ 30 നമ്മുടെ ഇത് അവസാനിപ്പിക്കുന്ന മുമ്പ് തന്നെ 30 ദിവസത്തിനുള്ളിൽ അമർച്ചയാൻ പറ്റും. നമ്മുടെ കേരള പോലീസിന് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കുറച്ച് ആൾക്കാരുണ്ട് ഈ ഉറവിടം കണ്ടെടുത്തിയാൽ മതി. ഉറവിടമാണല്ലോ കുട്ടികളെ നശിപ്പിക്കുന്നത്. അത് മാത്രം മതിയെന്ന് എനിക്ക് തോന്നുന്നു. അതെ 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 നമുക്ക് 2 രീതിയിലും അതിനെ നോക്കിക്കാണണം എന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന്, തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിലുള്ള ഒരു അധോലോകം എന്ന് പറയുന്ന ഒരു റാക്കറ്റ് ഉള്ളത് നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും അതിനെ ഉടച്ചേ സാധിക്കൂ. പക്ഷെ ആ ഒരു നിയമപരമായിട്ടുള്ള ആ ഒരു പോരാട്ടം എന്നുള്ളതിലുപരിയായിട്ട് നമുക്ക് സാംസ്കാരികമായിട്ടും നമ്മുടെ ജീവിതചര്യയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ ആ രീതിയിൽ നയിക്കുക എന്നുള്ളതും അതിൽ പ്രധാനമാണ്. അപ്പോൾ നമ്മളിത് കുട്ടികളുടെ മാത്രം ഒരു പ്രശ്നമായിട്ട് ഒതുക്കി കാണാനും പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മളെല്ലാവരും കൂടി ചേരുന്ന ഒരു സമൂഹമാണ് ശരിക്കും ഇതിന് ഉത്തരവാദികളായിട്ട് ഇന്ന് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും സാങ്കേതിക വിദ്യയുടെയൊക്കെ ഒരു വലിയൊരു സഹായം ഇതിനു വേണ്ടി ആവശ്യം വരും എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ലഹരിയുടെ പോരാട്ടത്തിനായാലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഭാരതത്തിൽ തന്നെ ആദ്യമായിട്ട് നമ്മൾ ഭാരതത്തിൽ ഡെവലപ്പ് ചെയ്തെടുത്ത ഏറ്റവും വലിയ നാച്ചുറൽ പോർട്ട് തന്നെയാണോ ഇന്ത്യയിൽ? അതെ 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 ഏറ്റവും ആഴത്തിലുള്ള നാച്ചുറൽ പോർട്ടാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുന്നത്. അതെ, ഈ VTMS എന്ന് പറയുന്നത് നമ്മുടെ വെഹിക്കുലർ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റമാണ്, നമ്മുടെ വെസൽ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റമാണ്. അപ്പോൾ VTMS എന്ന് പറയുന്നത് നമ്മൾ ഭാരതത്തിൽ തന്നെ സൃഷ്ടിച്ച ഒരു സിസ്റ്റമാണത്. അത് ആദ്യമായിട്ടാണ് ഭാരതത്തിൽ ഇങ്ങനെ ഒരു വെസൽ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം വരുന്നത്. നമ്മുടെ എയർപോർട്ടിനൊക്കെ സാധാരണ ജനങ്ങൾ ഇത് കാണുമ്പോൾ അതെ അതെ അപ്പൊ നമ്മള് എയർപോർട്ടിൽ ഇപ്പൊ എയർ ട്രാഫിക് കൺട്രോളർ എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കും. അപ്പൊ എയർ ട്രാഫിക് എയർ ട്രാഫിക് കൺട്രോളർ നമുക്ക് എയർപോർട്ടിൽ ഉള്ളതുപോലെ തന്നെ നമുക്കിപ്പോ ഈ ഒരു ഇത്രയും വലിയൊരു വീഡിയോ വാള് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണ് ഏത് കപ്പലാണ് ഏത് സമയത്താണ് നമ്മുടെ കരക്ക് അടുക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു 3D മോഡലിംഗ് ആണ് അതിൽ ഇപ്പൊ നിങ്ങൾ അവിടെ കാണുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ നമുക്ക് കിട്ടുന്ന ഇൻപുട്സ് മുഖേന സാറ്റലൈറ്റ് ട്രാൻസ്മിഷൻ ആണോ അതോ സാറ്റലൈറ്റ് ട്രാൻസ്മിഷൻ ആണ്. അപ്പൊ ഈ വെഹിക്കുലർ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാനാണ് നമ്മുടെ ഇവിടുത്തെ കൺട്രോളേഴ്സ് എല്ലാവരും ഉള്ളത്. അപ്പൊ ഇത് പൂർണ്ണമായിട്ടും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് 0 ആക്സിഡന്റ് സോൺ ആയിട്ട് നമ്മുടെ തുറമുഖത്തിന് അനുബന്ധമായിട്ടുള്ള ഈ ഏരിയ മാറ്റാനായിട്ട് അത് സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ IIT മദ്രാസുമായിട്ട് ചേർന്നിട്ടാണ് ഇതൊരു ഇന്റലിജന്റ് സൊല്യൂഷൻ സിസ്റ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. 2 ദിവസമായിട്ട് ഉറക്കമില്ല. അല്ല, ഞാനൊന്ന് ഉദ്ഘാടനത്തിന് വന്നില്ല, ഉറങ്ങാതെ എന്തോ ഒരു കാര്യം ആലോചിച്ചില്ല. ഞാൻ ഉദ്ഘാടനത്തിന് വന്നില്ല. അല്ല, നമ്മൾ ഉദ്ഘാടനത്തിന് കേട്ടതിനെക്കാട്ടിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പുതിയ മൈൽ സ്റ്റോൺ അല്ലേ ഉണ്ടായി അല്ലേ? ഇപ്പൊ എന്താണ് വിഴിഞ്ഞത്തിന്റെ അതിന്റെ ഒരു കൊമേഴ്ഷ്യൽ വയബിലിറ്റിയുടെ ലേറ്റസ്റ്റ് പൊസിഷൻ എന്താ? അതെ, ആദ്യം പറഞ്ഞ ഭാഗം സൂചിപ്പിച്ചിട്ട് കമേഴ്ഷ്യൽ വയബിലിറ്റിയിലേക്ക് വരാം. നമ്മള് ശരിക്കും തുറമുഖം
എന്നാണോ പൂർത്തീകരിക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ കൺസെഷണറി അഗ്രിമെന്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ 2045 ഇതിന്റെ പൂർണ്ണ ശേഷി എന്നുള്ളത് വരിക. പക്ഷെ ഇപ്പം നമ്മൾ 2028 അതിനെ അഡ്വാൻസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇനിയുള്ള ഒരു 3 വർഷ കാലയളവിൽ ശരിക്കും നമുക്ക് ഒരു 10,000 കോടി രൂപയുടെ നിക്ഷേപം വിഴിഞ്ഞം തുറമുഖത്തിന് ഉള്ളിൽ മാത്രം തന്നെ നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് അതിന്റെ സത്യം. അപ്പൊ ഇപ്പൊ നിലവിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓൾറെഡി 217 കപ്പലുകൾ നമ്മുടെ തുറമുഖത്ത് നങ്കുരമിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഒരു 4 ലക്ഷത്തിലേറെ TEU നമ്മൾ, അതായത് 20 ഫുട്ട് ഇക്വലൻസ് എന്നുള്ളതാണ് അതിന്റെ യൂണിറ്റ്, ഒരു കണ്ടെയ്നറിന്റെ യൂണിറ്റ്. അപ്പൊ 4 ലക്ഷത്തിൽ കൂടുതൽ TEU ഓൾറെഡി നമ്മൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സുഗമമായി. ഈ വർഷം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് 10 ലക്ഷം TEUs ആണ്. അപ്പോൾ അത് നമുക്ക് ഇനി 2028 ആകുമ്പോൾ അതിന്റെ 3 ഇരട്ടി അല്ലെങ്കിൽ 4 ഇരട്ടിയായിട്ട് അത് മാറും. അപ്പൊ അത്രയും കപ്പാസിറ്റി ഉണ്ടാവുക, അത്രയും ശേഷി വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ തീർച്ചയായിട്ടും ഇവിടെയുള്ള നമുക്ക് സ്വാഭാവിക മുറയിൽ, നേരത്തെ ചോദിച്ചതുപോലെ സ്വാഭാവിക മുറയിലുള്ള കുറച്ച് സവിശേഷതകളുണ്ട്. ഒന്ന് നമ്മുടെ ലൊക്കേഷൻ തന്നെയാണ്. ഈ ഒരു ഭൂമിശാസ്ത്രപരമായി നമ്മൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. 2, ഈ പറയുന്ന സ്വാഭാവിക ആഴം. നമുക്ക് 18 മുതൽ 20 മീറ്റർ വരെയുള്ള ഡ്രാഫ്റ്റ് ആണ് നമുക്കുള്ളത്. ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് വെറും ആഴമല്ല. ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കപ്പൽ, അതെ, കടലിന്റെ ആഴം, ഈ കപ്പൽ അതിന്റെ മുകളിൽ ഇത്രയും ഭാരവും കൂടി കൊണ്ടല്ലേ പോകുന്നത്. അപ്പൊ അത് മുങ്ങുമല്ലോ താഴേക്ക്. അപ്പൊ അത് മുങ്ങി കഴിയുമ്പോഴുള്ള ആഴത്തിനാണ് നമ്മൾ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇത്രയും പടുകൂറ്റൻ കപ്പലുകൾ നമ്മൾ മദർഷിപ്പ് എന്ന് കേൾക്കുന്നു പറയുന്നത്, ശരിക്കും ഇത്രയും പടുകൂറ്റൻ കപ്പലുകൾ നമുക്കിപ്പോൾ ഏകദേശം 1/2 കിലോമീറ്റർ വരെ നീളമുള്ള കപ്പലുകളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ 400 മീറ്റർ നീളമുള്ള കപ്പലുകൾ, അതിൽ കൂടുതൽ നീളമുള്ള കപ്പലുകൾ, അത്രയും വീതിയുള്ള കപ്പലുകൾ, നമുക്ക് ശരിക്കും 24,000 TEUs വരെ കണ്ടെയ്നറുകൾ കൊള്ളുന്ന കപ്പലുകൾ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും ഭാരം പേറിക്കൊണ്ട് വരുമ്പോൾ ഇത് ഈ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ പോയി ഇടിച്ചു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പിന്നെ കപ്പലിന് വല്ലാത്ത പ്രയാസമാണ്. പിന്നെ അത് മാറ്റുക എന്ന് പറയുന്നത് വലിയ കഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇടിക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെന്നുള്ള സ്ഥലങ്ങളിൽ ഈ വലിയ കപ്പലുകൾ ഇവർ കൊണ്ടുപോവില്ല. അപ്പൊ നമുക്ക് സുഗമമായിട്ട് ഇത്രയും നമുക്ക് ഡ്രാഫ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് വരാം, വന്നിട്ട് സുഗമമായി നങ്കുരം ഇടാന്നുള്ളത് കൊണ്ടാണ് ഈ വലിയ കപ്പലുകളൊക്കെ നമ്മുടെ തുറമുഖം നോക്കി വരുന്നത്. 3, നമ്മൾ ഈ നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന, ഇനിയും കാണാൻ പോകുന്ന നമ്മുടെ ഇത്രയും ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ സേവനം മികവ് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും ഓട്ടോമേറ്റഡ് ആയിട്ട് ഈ പ്രക്രിയകളൊക്കെ ഇവിടെ നടക്കുന്നു എന്നുള്ളപ്പോൾ അത് കടലിൽ മാത്രമല്ല നമ്മുടെ തുറമുഖത്തിലായാലും ഒരു 0 എറർ മെത്തേഡിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത സ്ഥലത്തോട്ട് പോയല്ലോ. അടുത്ത സ്ഥലത്തേക്ക് പോവാം. ലൈവായിട്ട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഒരിടത്ത് നിന്ന് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണുമ്പോഴേ ഇയാടെ 30 ദിവസം യാത്ര വഴി കുരുങ്ങിയോന്ന് വിചാരിക്കില്ല. ഇനി നമുക്ക് അടുത്തത് അങ്ങോട്ട് സെക്യൂരിറ്റി. അവിടെ ഒരു ലൗഞ്ച് ഉണ്ട്, നമുക്ക് അത് കണ്ടിട്ട് അങ്ങോട്ട് പോവാം. ഒരു രസകരമായിട്ടുള്ള സ്ഥലമാണ്, ഒരു കാഴ്ച ഭംഗിയുള്ള ഒരു സ്ഥലമാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇടയ്ക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് വന്ന് നിൽക്കുന്ന സ്ഥലമാണ് നമ്മുടെ. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കാഴ്ച വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ നമുക്ക്? ഒരു വശത്ത് ഏറ്റവും ആധുനികമായിട്ടുള്ള നമ്മുടെ തുറമുഖം, നമ്മുടെ കണ്ടെയ്നറുകൾ, ഇത്രയും പടുകൂറ്റൻ ക്രെയിനുകളൊക്കെ നിൽക്കുകയാണ്. അപ്പുറത്ത് നമ്മുടെ പള്ളിയുണ്ട്, ഇപ്പുറത്ത് വേറൊരു പള്ളിയുണ്ട്. നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട, നിങ്ങളിപ്പോൾ നേരത്തെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ബോട്ടുകളെല്ലാം അവിടെ കിടപ്പുണ്ട്. ബാക്കി നമ്മുടെ അടുത്ത നിർമ്മാണത്തിന്റെ അടുത്ത പ്രവൃത്തികൾക്കായിട്ടുള്ള യന്ത്രങ്ങളാണ് നടുക്ക് കിടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു നയനമനോഹരമായിട്ടുള്ള വർണ്ണാഭമായ കാഴ്ച എന്നൊക്കെ പറയുന്നത്. ആ ക്രെയിനുകളൊന്ന് കണ്ടാല് നമുക്ക് ശരിക്കും ഇപ്പോൾ 2 തരത്തിലുള്ള ക്രെയിനുകളാണ് നമുക്കിപ്പോൾ തുറമുഖത്തിലുള്ളത്. ഒന്ന് ഈ പടുകൂറ്റൻ ക്രെയിനുകളായിട്ടുള്ളവ ഷിപ്പ് ടു ഷോർ ക്രെയിൻ എന്ന് നമ്മൾ പറയും. അതായത് ഈ വരുന്ന വലിയ കപ്പലിൽ നിന്നും ഈ കണ്ടെയ്നർ എടുത്ത് ട്രക്കിൽ വെക്കുക എന്ന് പറയുന്നത്, അത് ആദ്യത്തെ പ്രവൃത്തി. രണ്ടാമത്തെ പ്രവൃത്തി ഈ ട്രക്കിലുള്ള കണ്ടെയ്നറിനെ എടുത്തുകൊണ്ട് യാർഡിൽ വെക്കുക എന്നുള്ളത്, അതിന് യാർഡ് ക്രെയിൻ എന്ന് പറയും. അപ്പൊ ഇത് രണ്ടും ശരിക്കും ഇപ്പൊ ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതികവിദ്യയുള്ള ക്രെയിനുകളാണ്. സാധാരണ നമ്മൾ ക്രെയിൻ എന്ന് പറയുമ്പോൾ ക്രെയിൻ ഓപ്പറേറ്റർ ഇങ്ങനെ അതിന്റെ മുകളിൽ കയറി ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് കാണാറുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, നിങ്ങളുടെ അവിടെ ഒരു ക്യാബിൻ പോലും ഇല്ല. കാരണം ആരും എൻ്റെ മണ്ണിൽ കയറേണ്ട ആവശ്യമില്ല. നമ്മുടെ ക്രെയിൻ ഓപ്പറേറ്റർമാർ ഇവിടെ കൺട്രോൾ റൂമിൽ ഇരുന്ന് തന്നെയാണ് ഇത് മൊത്തം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കണ്ടെയ്നറാണ് എവിടെയാണ് നമ്മൾ വെക്കേണ്ടത്, അത് എവിടെ നിന്നാണ് എടുക്കേണ്ടത്, തിരിച്ചെങ്ങോട്ടാണ് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ അനായാസേന നമുക്ക് ചെയ്യാൻ സാധിക്കും. അതെല്ലാം ഒരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രക്രിയയിലൂടെ. ഹലോ, ഹായ്. ഹലോ, ഹായ്.
Hi. Hello. Hello. Thank you. Oh, okay. Mike. നിങ്ങളല്ലേ വാങ്ങണ്ടേ? Okay. Best wishes for your journey. Yeah, thank you. And we are glad to host you here. Yeah, thank you. Thank you. We are very happy to see all this. Actually, we have covered a lot about this Vinyam project, but we didn't focus on some more details. Now only we got some details from the MD. Okay, that is nice. So you're always welcome. Yeah. We have a feeling that after finishing the whole project, the total face of Trivandrum will be changed. Yes. Exactly. Not only Trivandrum, all Kerala and all India, because it is a natural port, better than Kolachal or any other port in India. Okay, very nice moment. Thanks a lot for your magnanimity and your hospitality. Okay, thank you. Thank you, Divya. അപ്പൊ ഇതാണ് SKN വിഴിഞ്ഞം വിജയഗാഥ. ഇതാണ് വിഴിഞ്ഞം വിജയഗാഥ. അതെ, ശരിയാണ്. ഓക്കെ, നമ്മുടെ MD പോലും ഇതിനകത്ത് ലക്കിയാ. അതെ. കാര്യം പത്തനംതിട്ട പോലെ ഒരു സ്ഥലത്ത് ഒക്കെ ജോലി ചെയ്ത് വന്നു കഴിഞ്ഞ് ഇതിൽ ഇത്രയും വലിയൊരു പദ്ധതിയുടെ ഭാഗമായി അതെ ചെറിയൊരു കാര്യമല്ല. അതെ. കേരളത്തിന്റെ പല വികസന പദ്ധതികളും ഇപ്പൊ വിഴിഞ്ഞം കേന്ദ്രീകരിച്ചാണ്. വിഴിഞ്ഞത്തിൽ എന്ത് നടക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് കേരളത്തിലെ പല പ്രോജക്റ്റുകളും അനൗൺസ് ചെയ്യുന്നത്. ആ നിലയിൽ വിഴിഞ്ഞം അത്രത്തോളം പ്രധാനപ്പെട്ടതായി മാറി കേരളത്തെ. അതെ, നമുക്ക് റോഡുകളാണെങ്കിലും ഓക്കെ, നമുക്ക് ക്യാമറമാൻ ഫ്രണ്ടിൽ പോകുമ്പോൾ ചിലപ്പം ഡോക്ടർ ദിവ്യ ചിലപ്പോഴേ വളരെ വേഗത്തിൽ ഇറങ്ങേണ്ടിയിട്ട് വരും. വിഴിഞ്ഞത്തെ മാനേജിംഗ് ഡയറക്ടർ പത്ത് കണക്ക് നാളാൻ പറഞ്ഞു. ഒരിക്കലുമില്ല, എല്ലാം വേഗത്തിലാണ്. നമ്മുടെ പോക്കും മൊത്തം വേഗത്തിലാണ്. അതിൽ യാതൊരു കുറവില്ല. വികസനം വരുന്നതെല്ലാം വലിയ വേഗത്തിലായിരിക്കുമല്ലോ. അതെ. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇത് രണ്ടും നമ്മുടെ കൺട്രോൾ റൂംസ് ആണ്, നമ്മുടെ നെർവ് സെന്റേഴ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പറഞ്ഞതുപോലെ ഇത് അധികം അങ്ങനെ നമ്മള് പുറത്ത് അപ്പോ ഒരു SKN എക്സ്ക്ലൂസീവ്. അതെ. അപ്പൊ നിങ്ങൾ ആ കാണുന്ന ആ വലിയ സ്ക്രീൻ എന്ന് പറയുന്നത് അതിൽ ഈ ലെഗോസ് പോലെ കാണുന്ന ചെറിയ കളിപ്പാട്ടം പോലെ കാണുന്നതൊക്കെ നമ്മുടെ കണ്ടെയ്നറുകളാണ്. നമ്മളിവിടെ കീപ്പ് ചെയ്തിരിക്കുന്നതാണോ? അതെ, എല്ലാം ഇവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ആ കാണുന്ന കണ്ടെയ്നറുകളാണ്. ഓരോ കണ്ടെയ്നറിനും ഓരോ നമ്പർ ഉണ്ടായിരിക്കും. നീലയിൽ കാണുന്ന അതിന്റെ ക്രെയിൻസ് ആണ്. അതിന്റെ ഇടയിൽ കുറച്ച് അനങ്ങുന്ന സംഭവങ്ങൾ കാണുന്നില്ലേ, T01011 എന്നൊക്കെ പറഞ്ഞ്, അതൊക്കെ നമ്മുടെ ട്രക്കുകളാണ്. അപ്പൊ ഏത് ട്രക്ക് എവിടെ ഏത് കണ്ടെയ്നർ കൊണ്ട് എങ്ങോട്ട് പോകും, യാർഡിലെ ഏത് സ്ലോട്ടിലാണ് അത് ഡെപ്പോസിറ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ ഇവിടെ ഇരുന്നാണ് കൺട്രോൾ ചെയ്യുന്നത്. കാരണം അതിലൊരു ചെറിയ തെറ്റ് പറ്റിയെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം നമുക്ക് ചിന്തിക്കേണ്ടി വരും. അതായത് നമ്മളിപ്പോൾ 5 നിലയിലായിട്ട് കണ്ടെയ്നർ വെക്കുമ്പോൾ അതിൽ ഏറ്റവും മുകളിലത്തെ കണ്ടെയ്നർ ആണ് തിരിച്ച് കപ്പലെടുത്ത് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. പക്ഷെ 3ാമത്തെ നിലയിലുള്ള കണ്ടെയ്നർ ആണെന്നുണ്ടെങ്കിൽ മേളത്തെ 2 മാറ്റിയിട്ട് വേണം 3ാമത്തേലേക്ക് പോകാൻ. അപ്പൊ അങ്ങനെയുള്ള പ്രാവർത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കാനാണ് ഇത് നമ്മൾ അൽഗോരിതം വെച്ച് തന്നെ ഓട്ടോമേറ്റഡ് ആയിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് ശരിക്കും നമ്മളിപ്പോൾ കണ്ടതാണ് നമ്മുടെ പോർട്ടിന്റെ ഒരു നെർവ് സെന്റർ എന്ന് പറയാൻ സാധിക്കുന്നത്. ഇത് നമ്മുടെ ക്രെയിൻ കൺട്രോൾ ചെയ്യുന്ന മുറിയാണ്. അപ്പൊ നമ്മുടെ ക്രെയിൻ ഓപ്പറേറ്റേഴ്സിനെ എല്ലാവരെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ ഒരു വലിയ സന്തോഷം എന്നുള്ളതും ഈ പറയുന്ന ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് ഭാരതത്തിൽ തന്നെ ആദ്യമായിട്ട് വനിതാ ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് ഉള്ള തുറമുഖം വനിതാ ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ഇവിടെ. ഉണ്ടോ ഇന്നുണ്ടോന്ന് ആ വനിതയെ നമുക്കൊന്ന് കാണണം. കാര്യം 3 പേരുണ്ട്. ഓൾ ദ വനിതാ ക്രെയിൻ ഓപ്പറേറ്റേഴ്സ്, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ. അപ്പൊ ഭാരതത്തിലെ ആദ്യ വനിതാ ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മള്. 9 പേരാണ്. വേറെ ഒരു സ്ഥലത്തും ഇങ്ങനെ വനിതകൾ പ്രവർത്തിക്കുന്നില്ലേ? MD ആയിട്ടുണ്ടോ? അതും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോ
അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ നമ്മൾ ഉപയോഗിക്കുന്ന കൊണ്ടുള്ള ഒരു വലിയ നേട്ടം അതുകൂടിയാണ്. ഇതുവരെ ഇത് എക്സ്പോസ് ചെയ്തിട്ടില്ല ടെലിവിഷനിലൊന്നും അല്ലേ? അതെ അതെ അതെ. ആദ്യമായിട്ടാണ്. അപ്പൊ പ്രേക്ഷകർ അറിയേണ്ടത് 24ലൂടെയാണ് ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഇത് നമ്മളോട് പറയുന്നതും നമ്മളിതൊക്കെ പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കുന്നതും. ഈ വിഴിഞ്ഞം പ്രോജക്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളുകൾക്കൊക്കെ ഇതൊരു പുതിയ അനുഭവമായിരിക്കും. അതെ അതെ തീർച്ചയായിട്ടും. അപ്പൊ ഇവിടെ നിന്ന് ഇത് നമ്മുടെ ക്രെയിനുകൾ എങ്ങനെയാണ് ഒരു കണ്ടെയ്നറിനെ എടുക്കുന്നത്, അത് മേളിലേക്ക് എത്ര ദൂരം കൊണ്ടുപോകണം, കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടാണോ ഇത് എടുക്കുന്നതും വെക്കുന്നതും? ആയിട്ട് ഓട്ടോമേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ആ ക്രെയിനിന്റെ മുകളിൽ ഒരു ക്രെയിൻ ഓപ്പറേറ്റർ ഇല്ല നമ്മൾ പറയുന്നത്. ഇവരിവിടെ നിന്ന് എടുത്തു മാറ്റും അല്ലേ? അതെ, ഇവരിവിടെ നിന്നാണ് അതിനുള്ള കമാൻഡ്സ് മൊത്തം കൊടുക്കുന്നത്. ആ ട്രെയിലേഴ്സ് ഉൾപ്പെടെ കാണുന്നവരായിരിക്കും തലച്ചുമടായിട്ട് മാറ്റി തന്നത്. അല്ല അതാ. അപ്പൊ അതെ അവിടെ പോവാണ്, ട്രക്കിലങ്ങ് പോയി കഴിഞ്ഞു, എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പൊ ഈ ട്രക്കിലും അതുപോലെ തന്നെ നമ്മുടെ ക്രെയിൻസിലും എല്ലാം സെൻസേഴ്സ് ഉണ്ട്, ക്യാമറാസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്നും അത് കാണാനും ഒപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൂടെ സാധിക്കും. അപ്പൊ ആകെ ആ ഒരു മൊത്തം സോണില് നമുക്ക് ഈ ട്രെയിലർ ഓടിക്കുന്ന വ്യക്തി മാത്രമേ നമുക്ക് ഹ്യൂമൻ പ്രസൻസ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഹസാർഡസ് ഏരിയ ആയതുകൊണ്ട് പരമാവധി മനുഷ്യരുടെ, നമ്മുടെ തൊഴിലാളികളുടെ, നമ്മുടെ ജീവനക്കാരുടെയൊക്കെ സുരക്ഷ എന്നുള്ളത് ഉറപ്പുവരുത്തി നമ്മൾ ചെയ്യണം എന്നുള്ളത് നമുക്കൊരു പ്രഥമ പരിഗണനയാണ്. അപ്പൊ ഇനി അടുത്ത ഫേസിൽ നമ്മൾ ഈ ട്രെയിലേഴ്സും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ട്രെയിലേഴ്സ് കൊണ്ടുവരാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. 28 ആകുമ്പോഴത്തേക്കും അതിന്റെ ഏതാണ്ട് മൊത്തം ഘട്ടം പൂർത്തിയാകും. അതെ അതെ, 28 ആകുമ്പോൾ മൊത്തം പൂർത്തിയാകും. ഇപ്പോഴും ഫേസ് 1 നമ്മൾ പൂർത്തിയാക്കുമ്പോൾ നമുക്ക് കണ്ടെയ്നർ ടെർമിനലിന് പൂർണ്ണ രീതിയിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. 2028 ആകുമ്പോൾ നമുക്ക് മറ്റ് കാർഗോ കൂടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പൊ ലിക്വിഡ് കാർഗോ, ബൾക്ക് കാർഗോ, അതുപോലെ ക്രൂസിനുള്ള സാധ്യതകൾ അതെല്ലാം നമുക്ക് 2028 ആകുമ്പോൾ ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം പൂർത്തിയാകും. അതെ അതെ, രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം പൂർത്തിയാകും. അപ്പൊ നമ്മുടെ എനിവേ താങ്ക്സ് ഫോർ യുവർ ഹോസ്പിറ്റാലിറ്റി. ഞങ്ങളുടെ ഒരു പ്ലഷറായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറെ ആനെഴുന്നള്ളിപ്പോയിട്ട് ബന്ധപ്പെട്ട ചില വിധികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വാർത്തയിലേക്ക് നമ്മൾ മടങ്ങുന്നു. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. അപ്പോൾ ഈ 2028 ഇത് ഫിനിഷ് ചെയ്യുമ്പോൾ 28 MD ആയി തുടരാൻ അനുവദിക്കട്ടെ എന്ന് എന്തായാലും അദാനി പോർട്ടിൽ വരാൻ കഴിഞ്ഞു. വളരെ സന്തോഷം. താങ്ക് യു. അതിനുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നമ്മൾ വിടവാങ്ങുന്നത് ജോലി എന്നല്ല, നമ്മുടെ ഈ SKN40 യാത്ര ചെയ്യുന്നു. വികസനത്തിന്റെ ഒരു പുതിയ ചരിത്രമാണ് നമ്മൾ കുറിക്കുന്നത്. അപ്പോൾ എല്ലാ മലയാളികളും, കേരളത്തിലുള്ള എല്ലാവരും നമ്മളോട് കൂടെ ഇതിൽ അഭിമാനിക്കുന്നു എന്നുള്ളത് അറിയാൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും അത് കേരളത്തിന്റെ മുഖം മാറ്റുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും തീർച്ചയായിട്ടും ജനങ്ങളുടെ ഒരു തുറമുഖമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെയും കാഴ്ചപ്പാട്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രയത്നിക്കുന്നത്. അപ്പൊ എല്ലാവരും ഒപ്പം ഉണ്ടാകണം എന്നുള്ളത് മാത്രമാണ്. എന്തായാലും ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ട് ചില എക്സ്ക്ലൂസീവ് മാറ്റിവെച്ചതിൽ ഡോക്ടർ ദിവ്യയോട് നമുക്ക് പ്രത്യേകം നന്ദി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമുക്ക് ഒരു ഇടവേള എടുക്കണം. നമ്മുടെ യാത്ര തുടരുകയാണ്. 14 ജില്ലകൾ, 30 ദിവസം. നമുക്ക് ഈ 30 ദിവസം എനിക്ക് തോന്നുന്ന ഒരു സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ, മുഖ്യമന്ത്രിയോട് ഇന്നലെ സംസാരിച്ചപ്പോൾ അദ്ദേഹം എടുത്ത ചില നിശ്ചിതമായ നിലപാടുകളുണ്ടപ്പോൾ ഈ 30 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ഒളിത്താവളങ്ങളും അതുപോലെ ഒളിയിടങ്ങളും അതുപോലെ ഉറവിടങ്ങളും ഒക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതോടെ ഈ കേരളത്തിലെ അമ്മമാരുടെ ആശങ്കയ്ക്ക് പരിഹാരമാകും. മുഖ്യമന്ത്രിയോട് നമ്മൾ ഇതിനിടയ്ക്ക് ഒന്ന് ഫോണിൽ സംസാരിക്കാം, നമ്മുടെ ചില കാര്യങ്ങളോട് നമുക്ക് അറിയുമ്പോൾ.